കഷ്ടം നോക്കണം. സമയം എത്ര ഇവിടെ മനുഷ്യനെ വിളിച്ചോണ്ട് വന്നിട്ട് ഇങ്ങേരാണെങ്കിൽ ഇവിടെ ഉള്ള പോലീസുകാരെല്ലാം ഡ്യൂട്ടിക്ക് പറഞ്ഞു വിട്ടിട്ട് ഇങ്ങേര് ജോലിക്ക് പോകല്ല. ഇങ്ങേർക്ക് എപ്പോഴും ഇവിടെ നിന്ന് ഉറങ്ങിയാൽ മതി. ഒരു കിഴങ്ങ് SI തന്നെ. ഹലോ ഹലോ. ഓ, കേസ് കേട്ട് എന്തായി? നടക്കുമോ? നടക്കുമെന്ന് പറയണത് കേട്ട് അങ്ങനെയാണ് ഞാൻ മതിൽ ചാടി അവളെ വീട്ടിൽ ചെന്നത്. കഷ്ടകാലത്തിന് അവളെ ഭർത്താവ് ഉണ്ടായിരുന്നു. തലനാരൊക്കെയാണ് ഞാൻ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടത്. നടക്കൂല. ഞാൻ IG ആണ്. നീ IG ആണെങ്കിൽ ഞാൻ DGP ആണ്ടാ. കൊലക്കേസ് എന്തായെന്ന്? കൊലക്കേസാ? ആ, സോറി, റോങ് നമ്പർ. നിനക്ക് സസ്പെൻഷൻ ഉറപ്പ് തന്നെ. ഇങ്ങനെ ഉണത്തണമെങ്കിൽ ഇനി ഒറ്റ പരിപാടിയേ ഉള്ളൂ. ആറ്റ് മണൽ വെച്ച് 2 ടിപ്പർ അല്ലേ ഇതോ പോണത്. 10, 10, 20. എവിടെ 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 എവിടാ? എങ്ങോട്ട് പോയി? ടിപ്പർ എങ്ങോട്ട്? മണല് എവിടെ? മണല് എടാ 20,000 കമ്മീഷനാണ്. ഇങ്ങനെ പറഞ്ഞാലേ നിങ്ങൾ എണീക്കുള്ളൂ. നിങ്ങൾ ഉണർത്താൻ വേണ്ടിട്ട് ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. പോലീസ് പറ്റിക്കുന്നോടാ നീ. എടാ വല്ല കാര്യം ഉണ്ടാടാ നീ. എന്റെ ദേഹത്ത് കൈ വെക്കരുത്. എന്റെ ദേഹത്തിന് കൈ വെച്ചാൽ നിങ്ങൾ SI ആണ്, പോലീസുകാരാണ്. നമ്മളെ പാവപ്പെട്ടുള്ള എങ്ങനെ വേണം അടിക്കല്ലേ. എടാ കൂടുതലൊന്നും ഷോ കാണിക്കല്ലേ. അല്പം സ്വാതന്ത്ര്യം തന്നെ പറഞ്ഞ തലേ കയറി ഇരിക്കല്ലേ സാർ. അങ്ങനെയൊന്നും പറയണ്ടേ. IG എനിക്കറിയാം. IG എനിക്കറിയാം. ഞാൻ നിന്നെ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ. അതെ, എനിക്ക് ഈ സ്റ്റേഷനൊക്കെ ഒരുമാതിരി ഇഷ്ടപ്പെട്ട് എനിക്ക് എൻ്റെ കറക്റ്റായിട്ട് എൻ്റെ ഡ്യൂട്ടി ചെയ്തുകൂടി ഇരുന്ന് ഉറങ്ങാം. അല്ല ജോലി ചെയ്യാം. പിന്നെ പെട്ടെന്നൊന്നും ഒരു സ്ഥലമാറ്റമൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. എൻ്റെ അടുത്ത് പറയണ എന്തിനാ? അല്ല നിനക്ക് IG അറിയാമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ സ്ഥലം മാറ്റം ഒന്നും പെട്ടെന്ന് വാങ്ങിച്ച് തന്നു കളയായിരിക്കും. IG ഞാൻ വാർത്തയിലും TVയിലും പത്രത്തിലൊക്കെ കണ്ട് അങ്ങനെ അറിയാവുന്ന. അല്ലാതെ എനിക്കൊരു പരിചയമില്ല. അയാൾക്ക് എന്നെ അറിഞ്ഞൂടാ. സത്യം അറിയത്തില്ല. പോലീസ് ഹാസ്യവൽക്കരിക്കുന്നോടാ. ഹാസ്യവൽക്കരിക്കലാണ് കുഴപ്പം. നിങ്ങളൊന്നുമില്ല, പോലീസുകാരനല്ലേ. നിങ്ങൾ താടി വെച്ചോണ്ട് തുടങ്ങുന്നത്. അയ്യോ അതൊക്കെ അറിഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് എല്ലാവർക്കും അറിയണം. ഞാനിപ്പോ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് തന്നെ എനിക്ക് ചെറിയ മറവി രോഗം ഉണ്ടാ. മറവിയാ? ഓ, ചില നിമിഷത്തിൽ ചില കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് മറന്നു. എന്താണെന്ന് അറിയത്തില്ല. ഒരു ചെറിയൊരു ഇൻസിഡന്റ് ഉണ്ടായി. അതിനുശേഷമാണ് ഈ ഓപ്പറേഷൻ ചെയ്ത. എന്തോ ഉണ്ടായെന്ന് പറഞ്ഞു. എടാ പോടാ ഇറക്കാം. എടാ അതിനുശേഷം എനിക്ക് ഈ മറവി എന്തെങ്കിലും പറയിച്ച് ജസ്റ്റ് വിത്ത് സെക്കൻഡിൽ എനിക്ക് സംഭവം മറന്നു. ഒരാഴ്ച കൊണ്ട് വിചാരിക്കണം താടി ഷേവ് ചെയ്യണമെന്ന്. മറന്നു. ജീപ്പ് എടുക്കാൻ മറന്നുപോയി. ജീപ്പിൽ ആരെങ്കിലും എടുക്കും? ഇവിടെ ബാത്റൂം ഉണ്ട്, അവിടെ പോയി പഠിക്കുക നിങ്ങള്. അതല്ല, ജീപ്പ് എടുത്തില്ലാന്ന്. ജീപ്പൊക്കെ എടുത്തിന് മുടിയൊക്കെ ചീ വരുമ്പോൾ കുറെ നേരം എടുക്കും. കാര്യം പറയും. അയ്യോ അതല്ല എടാ, പോലീസ് സ്റ്റേഷന്റെ ജീപ്പ് എടുക്കാൻ മറന്നുപോയി, ഷേവ് ചെയ്യാൻ മറന്നുപോയി, പാന്റിന്റെ സിബ് ഇടാൻ മറന്നുപോയി. വേറെ സംഭവം മറന്നുടേ. ഇനി അത് ഓർക്കുമല്ലേ. ഈ നിങ്ങളെ ഈ പാവപ്പെട്ട പോലീസുകാരെ ഡ്യൂട്ടിക്ക് വിടാം. നിങ്ങൾക്ക് കൂടെ അവരെ കൂട്ടത്തെ ലാത്തി ചാർജർ വല്ലത്തിന് പൊട്ടിക്കൂടെ? അതെന്താണെന്നറിയാമോ? ലാത്തി ചാർജറൊക്കെ ഞാൻ പോകുമായിരുന്നു. ഇപ്പൊ ഞാൻ പോകൂല. ചില ദിവസങ്ങളിൽ ലാത്തി എടുക്കാൻ മറന്നു. ഇന്നലെ ദിവസം ലാത്തി ഇല്ലാതെ ചെന്ന് കയറി കൊടുത്ത് പയ്യന്മാർ അറിഞ്ഞു വെച്ച് വന്ന് ഉടുപ്പൂര് നോക്കണം. ഷൊർണൂർ റെയിൽവേ പാളം കിടക്കും പോലെ ഇങ്ങനെ കാറാൻ പോറം കിടക്കണം. കാളമ്പോളം കിട്ടിയല്ലേ? അയ്യോ, നിങ്ങൾ ഈ ചെറിയ ഗ്യാസൊക്കെ അന്വേഷിക്കാതെ വലിയ ക്രിമിനലുകളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പ്രൊമോഷൻ കിട്ടൂലേ? ആര് പറഞ്ഞു പിടിച്ചിട്ടില്ല? ഇഷ്ടം പോലെ പിടിച്ചിട്ടുള്ള കള്ളന്മാരെയൊക്കെ. ആരെ പിടിച്ചിട്ടുണ്ട്? ഞാന് പെട്ടെന്ന് പ്രൊമോഷനായി കിട്ടി പ്രശസ്തനാവാൻ വേണ്ടിയിട്ട് ഞാൻ സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ വേണ്ടിട്ട് അങ്ങ് കാട്ടിപ്പോയി. ചുമ്മാ തള്ളല്ലേ സാർ? തള്ളയൊന്നല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞത്. എന്നിട്ട് ഉൾക്കാട്ടിപ്പോയി. അവിടെ ചെന്നപ്പോ നമ്മളെ വീട്ടിൻ്റെ സുഖവും മനോഹരനൊക്കെ കൂടി അവിടെ ഇരുന്ന് കള്ള മാറ്റി. ഞാനാണെങ്കിൽ ഈ സുകുമാരക്കുറിപ്പിന്റെ കാര്യമൊക്കെ മറന്നിട്ട് ഞാനും അവന്മാരോട്ടത്തിന് അങ്ങ് മാറ്റി. 3 ദിവസം കഴിഞ്ഞപ്പോ എക്സസൈസ് ആയിരുന്നു. പൊക്കി 30 ലിറ്ററിന്റെ കന്നാസ് ഞാനാണല്ലേ ചുവന്ന കാട്ടിന് വെളി ഇറക്കിയത്. പിന്നെ ചെറിയ സസ്പെൻഷൻ ആയി കഴിഞ്ഞ് ഇപ്പം ഡ്യൂട്ടിക്ക് അറിയുള്ളൂ. എന്നിട്ട് പേര് മിന്നലെന്ന്. നിങ്ങളെ യഥാർത്ഥ പേര് മിന്നലെന്ന് തന്നെ. എന്റെ പേരിയാട്ടാ നീ ഞെട്ടും. എന്നാലും അറിഞ്ഞൂടെ മറന്നു എന്ന് പറയല്ലേ. എന്റെ പേര് മിന്നൽ മുരളി. എന്താ കുഴപ്പം? കുഴപ്പം പറ്റിയ പേര് അതല്ല. ചിക്കാരി ശംഭു. അല്പ സ്വാതന്ത്ര്യം തന്നെ പറഞ്ഞു തലേ കയറി ഇരിക്കല്ലേ. എന്റെ ഡ്യൂട്ടിക്ക് തടസ്സം നേരിട്ടുണ്ടല്ലോ. എന്ത് തടസ്സം? എന്നെ ഒന്ന് വെറുതെ വിടൂ, ഞാൻ ഒന്ന് പോട്ടെ. നിന്നെ വെറുതെ എവിടെയൊന്നുമില്ല. അവിടെ ചെന്നിരി. ഒരു മിനിറ്റ്. എനിക്കൊരിച്ചില്ലാതെ. ഹലോ ഓ, എന്നെ പൊക്കിയത് നിന്റെ അളി അറിഞ്ഞ്. അവൻ നിന്നെ ഇറക്കാൻ വേണ്ടി അങ്ങോട്ട് പറഞ്ഞോണ്ട്. പഞ്ചായത്ത് മെമ്പറാ? ഓ, നിന്റെ അളിയെ പഞ്ചായത്ത് മെമ്പറാ. എന്റെ അളിയനാ? ഓ, ആ പന്നപ്പട്ടിനെ ഒരു ഓസാരം എനിക്ക് വേണ്ട. അവന്റെ അടുത്ത് പറഞ്ഞാലേ എന്നെ ഇറക്കാൻ പറഞ്ഞ. എന്നെ ഇവിടെ തൂക്കിക്കൊന്നാലും ശരി, അവന്റെ ജാമ്യത്തിൽ ഞാൻ ഇറങ്ങൂല. അവന്റെ അടുത്ത് വരലെന്ന് പറഞ്ഞേരത്. എന്താടാ പ്രശ്നം? എന്താടാ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അളിയനാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ. അവൻ എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ പറഞ്ഞത്. എനിക്ക് താല്പര്യമില്ല. ആ പന്നപ്പട്ടി എന്നെ ജാമ്യത്തിൽ ഇറക്കേണ്ട കാര്യമില്ല. അവനായിട്ടുള്ള ഒരു സമ്പർക്കത്തിന് ഞാൻ താല്പര്യമില്ല. എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നീ അതിന് വലിയ തെറ്റൊന്നും ചെയ്തില്ല. ആ ജംഗ്ഷനിൽ വെള്ളം അടിച്ചോണ്ട് ചില പോരി കാണിച്ചോണ്ട് നിന്നെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നു. ആരെങ്കിലും ഇറക്കാൻ വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ വൈകുന്നേരം മിക്കവാറും വിടുമായിരുന്നു.
ഇനിയിപ്പോ ഒരാൾ ഇറക്കാൻ പറഞ്ഞെങ്കിൽ പിന്നെ എന്താ, നിനക്ക് എതിരെ ഇവിടെ കേസില്ല, വഴക്കില്ല, ഒരു തൊണ്ടിമോലില്ല, കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഒരാൾ വന്നാൽ അങ്ങ് ഇറക്കി വിടുക, അല്ലാതെ ഇവിടെ പിടിച്ചിട്ടുള്ള റൂൾസ് ഒന്നുമില്ല. സാർ എന്നെ ഇവിടെ ജയിലിലിട്ട് തൂക്കിക്കൊന്നല്ലേ ശരി, ഇവന്റെ ജാമ്യത്തിൽ ഞാൻ പോവേല, എന്നെ ഇറക്കി വിടുകയും ചെയ്യില്ല. ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പറല്ലേ പറഞ്ഞത്, നിങ്ങളെ ശത്രുതയെ കൂടെയാണ് കാണിക്കാനുള്ളത്. ഒരു തൊണ്ടിമോലും കാര്യങ്ങളും ഒരു കേസും ഇല്ല, അതിനെ ഇവിടെ പിടിച്ചിരുന്നത് എങ്ങനെയാണ്? ചുമ്മാ ആവശ്യമില്ല പറയല്ല കേട്ടോ. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ സാർ. കാര്യം ഇന്നലെ അപ്പുറത്ത് ജംഗ്ഷനിൽ ഒരു മോഷണം നടന്നില്ലേ? ഒരു അമ്മച്ചിന്റെ കഴുത്തിൽ കിടന്ന ഒരു 8 പവന്റെ മാല ഒരാൾ പൊട്ടിച്ചോണ്ട് പോയത്. ഞാൻ തന്നെ 8 പവന്റെ മാല നീ മോട്ടിച്ചു? നീയാണത്? എന്നിട്ട് തൊണ്ടി അവിടെ? തൊണ്ടി മുതൽ ഞാൻ വിഴുങ്ങി ഇവിടെ കിടപ്പുണ്ട്. സാർ എന്നെ കൊണ്ടുവന്ന് അപ്പീടിച്ചു കഴിഞ്ഞാൽ തൊണ്ടി മുതൽ സത്യം സത്യം. അമ്മ കൊണ്ടാണ്? അമ്മയാണോ സത്യം? എന്നാ പിന്നെ നീ വെളിയിൽ പോയതുപോലെ തന്നെ ശരിയാക്കി തരടാ. അവിടെ ചെന്നിരി, ശരിയാക്കി ശരി, അവിടെ ചെന്നിരി കേട്ടാ. 8 സാറേ നമസ്കാരം. നമസ്കാരം നമസ്കാരം നമസ്കാരം. ഞാൻ വന്നതേ അറിയാം മനസ്സിലായി. സംഭവം എന്താണെന്നറിയോ? നേരത്തെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ തൊണ്ടി മുതല് എവിടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു, കേസ് രജിസ്റ്റർ ചെയ്തു. അപ്പൊ പിന്നെ ഇനിയിപ്പോ റിമാൻഡ് ചെയ്തിട്ടൊക്കെ പുറത്ത് വിടത്തുള്ളൂ. അല്ല സാർ, അതല്ല, നാളെ രാവിലെ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. രാവിലെ എന്താണ്? നമ്മുടെ അംഗൻവാടിയിലെ കുട്ടികൾക്ക് ഒരു സമ്മാനദാനം കൊടുക്കാനുണ്ട്. സാറ് നമ്മുടെ അംഗൻവാടിയിലോട്ടൊന്ന് വരണം. അത് പറയാനാണ് ഞാൻ വന്നത്, രാവിലെ 10:30. അപ്പൊ ജാമ്യത്തിൽ ഇറക്കാൻ വന്നതല്ലേ? ആരെ? യവനെ. പിന്നെ മോൻ കാണുന്നത് എനിക്ക് ദേഷ്യമാണ്, എന്റെ അളിയാണ്. പിന്നെ എന്തിനു സാറേ ഇതിനകത്ത് പിടിച്ചോണ്ട് വല്ല 10 വർഷം അകത്തിടുന്ന വല്ല വകുപ്പുണ്ടാക്ക്. മോഷണ കേസിലെ പ്രതിയാണ്. എന്തൊരു മോഷണം? മാല മോഷണം. മാല മോഷണം തുടങ്ങിയടാ നീ? കഷ്ടം. അപ്പം നാളെ രാവിലെ സാറേ നാളെ രാവിലെ 10:30 മറ്റേ ഉദ്ഘാടനം വരണം കേട്ടോ. സമ്മാനദാനം കാണാം സാറേ. സന്തോഷം. കഷ്ടോടാ മാലക്കള്ള. കോളടിച്ചല്ലേ? അല്ല സാറ് പറഞ്ഞാൽ എന്നെ റിമൈൻഡ് ചെയ്യൂ. റിമാൻഡ് ചെയ്തിട്ടില്ല. പിന്നെ 8 പവന്റെ സ്വർണ്ണം മോട്ടിച്ച് എന്നാ പിന്നെ പൂജിക്കോ നിന്നെ? അയ്യോ അല്ല, ചില സമയത്ത് എനിക്ക് ഞാൻ തന്നെ കുരുവാകും. ഇനിയിപ്പോ എന്ത് ചെയ്യും സാറ്? ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? റിമാൻഡ്, അല്ല ഒരു രക്ഷയില്ല. എന്നെ എന്നാലും വെറുതെ വിട്ടൂടെ? ഒരിക്കലും വെറുതെ വിടാൻ പറ്റില്ല. എന്തായാലും നീ സത്യം പറഞ്ഞല്ലേ. എന്തായാലും ഞാനത് കള്ളം പറഞ്ഞതാണ്. ഞാൻ മാല അങ്ങനെ വിഴുകിയിട്ടില്ല. അതെ, എനിക്ക് മനസ്സിലായി. മറ്റവന്റെ അടുത്തുള്ള വാശി തീർക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ? ഇല്ല, ഞാൻ മാല വിഴുകിട്ട് ഞാൻ സാറിനെ ചുമ്മാ പറ്റിച്ചത്. നീ എന്ത് പറ്റിച്ചെന്ന് പറഞ്ഞാലും ശരിയല്ല. നിന്നെ ഈ കേസിൽ ശിക്ഷിക്കും. ഒരു 28 ദിവസം റിമാൻഡ് എങ്കിലും ചെയ്യിക്കും. ഞാൻ ചെയ്തില്ല സാറേ. PC ഒരു വാഴയില വെട്ടി വൈ. എന്തിനു സാറേ വാഴയില? 8 പവൻ പുറത്തെടുക്കണ്ടേ?